ഗുരുസ്മരണ. വ്യാപ്യവാങ്മയമിദം ജഗത്സ്ഥിത വ്യാദനോതു മമ ദേവതാശ്രീയം കാപിഹസ്തപരിവാദിനീകളത് കാകളീലയകലാകുതൂഹല സാത്വികീ ഗുണവിലാസചിത്രിത യാത്മനാ പരമപാവനീകലാം സാ ശിവാനി വിദധാതു ശാരദ ശാരദീന്ദുകിരണോജ്വലാകൃതി. ശബ്ദസ്വരൂപമായ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും വ്യാപിച്ചിരിക്കുന്നവളും സ്വഹസ്തത്തിൽ ഇരിക്കുന്ന വീണയിൽ നിന്നും പുറപ്പെടുന്ന മനോഹര നാദത്തിൽ ലയിച്ച് ആ കലയിൽ കൗതുകത്തോടു കൂടി വർത്തിക്കുന്നവളുമായ ജഗദാംബിക എനിക്ക് മംഗളം അരുളട്ടെ. സാത്വിക ഗുണത്തിൻ്റെ വിലാസം കൊണ്ട് അലങ്കൃതയും ആത്മഭാവത്തിൻ്റെ പരിശുദ്ധ സ്വരൂപമായി വിളങ്ങുന്നവളും ശരത്കാല ചന്ദ്രിക പോലെ ഉജ്ജ്വലമായ ആകൃതിയോടുകൂടിയവളും ആയ ശാരദാദേവി നന്മകളെ നൽകട്ടെ. ശബ്ദപ്രപഞ്ചത്തെ ആകെ വ്യാപിച്ചിരിക്കുന്നവളാണ് ദേവി. സർവത്ര പരിപൂർണമായി പ്രകാശിക്കുന്നതാണ് ആത്മസ്വരൂപം. ബോധഘനമായ പരമാത്മാവിൻ്റെ ഏകദേശത്തിൽ വ്യാപിച്ചിരിക്കുന്ന ശക്തി വിശേഷമാണ് മായ. ആ മായയാണ് പ്രപഞ്ച പ്രതിഭാസത്തിന് ഏക കാരണം. ശബ്ദപ്രപഞ്ചത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ബോധത്തിൽ പ്രകടമാവുന്ന സാത്വിക ശക്തി വിശേഷമാണ് വിദ്യാരൂപിണിയായ ശാരദാദേവി. അത് ശബ്ദപ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു. വിഭിന്ന ഭാഷകൾ ശബ്ദത്തിൽ ഉണ്ടാകുന്ന നാമരൂപ സങ്കല്പങ്ങളാണ്. ഭാഷാഭേദങ്ങൾ ശബ്ദത്തിൻ്റെ രൂപഭേദങ്ങൾ മാത്രം. വൃഷ്ടിയിൽ ലയിച്ചിരിക്കുന്ന ശബ്ദം പര, പശ്യന്തി, മധ്യമ, വൈഖരി എന്നീ രൂപത്തിൽ പ്രകടമായി പ്രകാശിക്കുന്നു. ശബ്ദത്തിൻ്റെ സഹായമില്ലാതെ യാതൊരു ചിന്തയും സാധ്യമല്ല. ഒരു പദാർത്ഥമുണ്ടെന്നറിയുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. ചിന്തയില്ലെങ്കിൽ പദാർത്ഥമില്ല, പദാർത്ഥമില്ലെങ്കിൽ അതിൻ്റെ സംഘാതമായ പ്രപഞ്ചമില്ല. ശബ്ദത്തിൻ്റെ സഹായം കൊണ്ട് ചിന്തിക്കുന്നു, ചിന്തിക്കുന്നത് കൊണ്ട് പ്രപഞ്ചം അനുഭവപ്പെടുന്നു. ശബ്ദം നിലച്ചാൽ പ്രപഞ്ചാനുഭവം നിലയ്ക്കും. അതുകൊണ്ട് ശബ്ദമാണ് പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നത്. ഇക്കാര്യമാണ് വാഗ്മയം ഇദം ജഗത് എന്ന ഭാഗം കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്. ദേവി കലാരസികയാണ്. കയ്യിലിരിക്കുന്ന വീണയിൽ നിന്നും പുറപ്പെടുവിക്കുന്ന നാദത്താൽ ലയിച്ചും രസിച്ചും ഇരിക്കുകയാണ് ദേവി. ശബ്ദപ്രപഞ്ചത്തിൻ്റെ കാരണമെന്ന് മാത്രമല്ല, ആ പ്രപഞ്ചത്തിൽ ലയിക്കുകയും രസിക്കുകയും ചെയ്യുന്നു. സംഗീത സാഹിത്യാദി കലകളും ദേവീ രൂപങ്ങൾ തന്നെ. കലാലോലുപയായ ദേവിയുടെ അനുഗ്രഹത്താൽ കലകൾ വികസിക്കുന്നു. ഹസ്തപരിവാദിനി എന്നു തുടങ്ങിയ ഭാഗം ഇക്കാര്യം സ്പഷ്ടമാക്കുന്നു. ദേവീ സ്വരൂപം ഇന്നവിധം എന്നെടുത്തു കാട്ടുവാൻ സാധ്യമല്ല. അനുവചനീയമാണ് ആ സ്വരൂപം. അത് സൂചിപ്പിക്കുവാനാണ് കാപിദേവത എന്ന് പറഞ്ഞിരിക്കുന്നത്. സരസ്വതീ ദേവിയുടെ അനുഗ്രഹമാണ് വാക്സിദ്ധിക്ക് കാരണം. ത്രിഗുണാത്മികമായ മായ. സത്വം, രജസ്, തമസ് എന്നിവയാണ് ഗുണങ്ങൾ. സത്വഗുണം നിർമ്മലമാണ്. ആത്മജ്യോതിസ് കൂടുതൽ പ്രതിഫലിപ്പിക്കുന്നതും ദുഃഖസ്പർശമില്ലാത്തതും ആത്മസുഖത്തിലും ജ്ഞാനത്തിലും താല്പര്യമുള്ളതുമാണ് സത്വഗുണം. ലൗകിക സുഖത്തിനായുള്ള ഒടുങ്ങാത്ത ആശനിമിത്തം സുഖസാമഗ്രികളിൽ എൻ്റേതെന്ന സംഘം പുലർത്തുന്നതാണ് രജോ ഗുണം. രജോ ഗുണം ജീവനെ കർമ്മം ചെയ്യുവാൻ നിരന്തരം പ്രേരിപ്പിക്കുന്നു. സത്യത്തെ മറച്ച് അസത്യത്തെ സത്യമെന്ന് കാട്ടി മോഹിപ്പിക്കുന്നതാണ് തമോ ഗുണം. ഓരോ വ്യക്തിയിലും ഈ ഗുണങ്ങൾ വിഭിന്ന തോതിൽ പ്രകാശിക്കുന്നുണ്ട്. പഞ്ചഭൂതങ്ങളുടെ സമ്മിശ്രമായ പ്രപഞ്ചം തന്നെ ഗുണസ്വരൂപമാണ്. ബോധഘനമായ ആത്മാവിനെ ആശ്രയിച്ച് പൊന്തി വരുന്ന ശക്തി ശബ്ദസ്വരൂപം അവലംബിക്കുന്നു. തുടർന്ന് സ്പർശം, രൂപം, രസം, ഗന്ധം
എന്ന തന്മാത്രകൾ ആവിർഭവിക്കുന്നു. ആ തന്മാത്രകളുടെ സാത്വിക അംശങ്ങൾ ചേർന്ന് അന്ധകരണം രൂപം കൊള്ളുന്നു. തന്മാത്രകളിൽ ഓരോന്നിൻ്റെയും സാത്വിക അംശം പ്രത്യേകമായി ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് രൂപം നൽകുന്നു. അവയുടെ രാജസാംശങ്ങൾ കർമ്മേന്ദ്രിയങ്ങളായി രാജസമിഷ്ടി രൂപമാണ് പ്രാണൻ. അന്ധകരണ സമഷ്ടിയിൽ തമോ ഗുണം കലർന്നതോടെ പഞ്ചഭൂതങ്ങൾ രൂപപ്പെട്ടു. അന്ധകരണത്തിൽ പ്രതിബിംബിച്ചു നിൽക്കുന്ന ആത്മചൈതന്യമാണ് ജീവൻ. ചുരുക്കത്തിൽ ശബ്ദാദി തന്മാത്രകൾ, അന്ധകരണം, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, ശരീരം, ജീവൻ, ഇവയ്ക്കെല്ലാം ആശ്രയമായി നിൽക്കുന്നത് ഗുണങ്ങളാണ്. ഈ ഗുണബന്ധം തന്നെയാണ് ദേഹബന്ധം. ദേഹബന്ധത്തിനും കാരണം ഗുണബന്ധം തന്നെയാണ്. ശുദ്ധമായ സത്വഗുണം കലർന്നുണ്ടായ ശക്തിയാണ് സരസ്വതി. അവിദ്യയ്ക്കോ മോഹത്തിനോ അവിടെ പ്രസക്തിയില്ല. ആഡംബരങ്ങളോ രാഗമോ അവിടെയില്ല.